ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ ആ കാര്യത്തിന്റെ തുടർച്ചയായി തന്നെ നമുക്ക് ജനങ്ങളോട് അക്കാര്യത്തെക്കുറിച്ച് പ്രതികരണം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. തന്റെ സഞ്ചാരത്തിനായി പൊതുജനങ്ങളെ വഴിയിൽ തടയുന്ന രീതി ഒഴിവാക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ DGPക്ക് നേരിട്ടാണ് സതീശൻ നിർദ്ദേശം നൽകിയത്. നിലവിലെ സുരക്ഷാ സന്നാഹങ്ങൾ വേണ്ടെന്നും പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങൾ ഓരോന്ന് വീതം മതിയെന്നുമാണ് നിർദ്ദേശം. വാഹന വ്യൂഹത്തിൽ ആകെ 3 വാഹനങ്ങൾ മാത്രമേ പാടുള്ളൂവെന്നുമാണ് വി ഡി സതീശന്റെ നിലപാട്. ഇത് ശൈലിമാറ്റം പഴയകാല മുഖ്യമന്ത്രിമാരുടെ ലാളിത്യം വീണ്ടെടുക്കലാണോ എന്നുള്ളതാണ്. എസ്കോർട്ട് ഒഴിവാക്കിയ വി ഡി സതീശന്റെ തീരുമാനം മാതൃകാപരമോ? ഇക്കാര്യത്തിൽ ജനം പ്രതികരിക്കുന്നു. എന്താണ് ജനത്തിന് പറയാനുള്ളത് എന്ന് നോക്കാം. ശൈലിമാറ്റത്തോടെ തുടക്കം കുറിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. യാത്രകളിൽ അതീവ സുരക്ഷ വേണ്ട എന്നതാണ് പുതിയ നിർദ്ദേശം. ഇതൊരു പുതിയ മാതൃകയാണോ? കേൾക്കാം ജനങ്ങളുടെ പ്രതികരണം. എന്തിനാ എത്ര സുരക്ഷ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളല്ലേ, അവർ പിന്നെ എന്തിനാ പേടിക്കണേ? ജനങ്ങളുമായിട്ട് സമ്മർദ്ദത്തിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ മുഖ്യമന്ത്രിയുടെ ആ ഒരു വില മനസ്സിലാവുന്നത്. പുതിയ മാറ്റത്തിന് തുടക്കമാണ്. അദ്ദേഹം സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഒരാളാണ്. അല്ല, ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. അതിൻ്റെ കാര്യമില്ല. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി വെച്ച് ഒരു കാരണവശാലും എസ്കോർട്ട് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല കാര്യം. ഇത്തിരി വെളിവും വെള്ളിയാഴ്ച ഉള്ള ഒരാളുണ്ടെങ്കിൽ അങ്ങേരേ ഉള്ളൂ. ഏറ്റവും നല്ല കാര്യം. എസ്കോർട്ട് ഒഴിവാക്കുന്നത് ഇപ്പോഴത്തെ കൂടുന്ന ഇൻഫ്ലേഷനും ഇപ്പോഴത്തെ നമ്മുടെ വരുന്ന ഇപ്പോൾ വാറ് കാരണം വരുന്ന ക്രൂഡ് ഓയിലിന്റെ വില കൂടി കാരണം വരുന്ന പെട്രോളിയത്തിന്റെ വില കൂടുതലും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു ഓപ്ഷനായിട്ടാണ് തോന്നുന്നത്. നല്ലൊരു കാര്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണ് ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയത്തില്ലല്ലോ. അപ്പോൾ പുള്ളിൻ്റെ സേഫ്റ്റിക്ക് ഇപ്പോൾ പുള്ളി തന്നെ എത്ര നോക്കിയാലും നമുക്കൊരു ഇൻസിഡന്റ് വന്നാൽ നമുക്കത് ശ്രദ്ധിക്കണമെങ്കിൽ ഒരു എസ്കോർട്ട് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. അത് നല്ല കാര്യമാണ്. കാരണം ഇതിന് കൂടുതൽ ചിലവുണ്ടാവില്ല. അതിന് ഏറ്റവും നല്ല കാര്യമാണ്. ഈ പിണറായിനെ പോലെ 10-20 വണ്ടി ഓടിക്കാണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം ചെറുകിൽ അത്രയും നല്ലതാണ്. പുള്ളിക്കാരന് പേടിയായിട്ട് എക്സ്പോർട്ടെന്ന് പറയാം. വി ഡി സതീശന് പേടിയൊന്നുമില്ല. ഈ ആൾക്കാരൊക്കെ എല്ലാവരും നേരത്തെ ജനങ്ങളുടെ ഇറങ്ങി നടന്ന ആൾക്കാരൊക്കെയാണ്. അവരൊക്കെ ഇനി ഇറങ്ങി വന്നാൽ പോലും കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഈ എസ്കോർട്ടൊന്നും ഇല്ലാതൊന്നും സാധാരണക്കാരുടെ എന്താ പറയുക, അവരുടെ ജീവിത രീതികളോട് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ജനങ്ങളിലെത്തിക്കുന്നത്. ഹോസ്പിറ്റൽ കേസ് ആവട്ടെ, അതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ പോലും ജനങ്ങൾക്കതൊരു ഉപകാരമല്ലേ. പോലീസിൻ്റെ വണ്ടി തടഞ്ഞു നിർത്തലും മുഖ്യമന്ത്രി പോയതിന് ശേഷം കടന്നുവിടാനുള്ള അതെല്ലാം എല്ലാത്തിനും ഒഴിഞ്ഞു കിട്ടും. നല്ല തീരുമാനം, വളരെ നല്ല തീരുമാനം. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ട പൈസയാണ് ഇന്ന് സർക്കാർ അവരെ സ്വന്തം കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നത്. അപ്പോൾ അത് കുറച്ചാൽ ജനങ്ങൾക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റും. പെട്രോൾ ഡീസൽ വില കൂടിയ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ തീരുമാനമാണ്. ഒരു രാജാവ് പോകുന്ന വഴി പോകാതെ ഒരു സാധാരണക്കാരന് മുഖ്യമന്ത്രിയായിട്ട് വളരെയധികം ചെലവ് ചുരുക്കി 40 വണ്ടിയൊന്നും എസ്കോർട്ടില്ലാതെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പൊതുജനങ്ങൾക്ക് യാതൊരു ശല്യമില്ലാതെ ഒരു പൊതുജനങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൻ്റെ ആ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പരമാവധി ചെലവ് ചുരുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. മന്ത്രി എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു കുറേ ആൾക്കാരൊന്നും പടയാളൊന്നും വേണ്ടി ആവശ്യമില്ലല്ലോ. ഗൾഫ് രാജ്യത്തിന് ക്ഷയിക്കന്മാരിലില്ല, അവരെല്ലാം വന്നിറങ്ങുന്നത് കുറേ വണ്ടിയിലേറ്റാ. ഒരു റോഡ് പോലും ക്രോസ് ചെയ്യുന്നില്ല. ഇതുണ്ടാ ഇത് കുറേ വണ്ടിയെല്ലാം പാർക്കിംഗ് ചെയ്യുന്നതെല്ലാം ഒഴിവാക്കി മന്ത്രി വരുന്നുണ്ടെന്ന് വെച്ചിട്ട് ആംബുലൻസിന് പോകാനും പറ്റുന്നില്ല, ഒന്നിന് പോകാനും പറ്റുന്നില്ല. മുഖ്യമന്ത്രി ആകുമ്പോൾ നമ്മൾ ജനങ്ങളോട് കൂടി തന്നെ സഹകരിക്കാനുള്ള മുഖ്യമന്ത്രി ആയിരിക്കണം നമ്മുടെ നാട്ടിൽ വേണ്ടിയത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. അനാവശ്യമായ വാഹന വ്യൂഹങ്ങൾ ആവശ്യമില്ലെന്നാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.